ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ രേവതി എന്ന എൻ്റെ രണ്ടാമത്തെ മലയാളം ടാരറ്റ് റീഡിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. തേർഡ് പാർട്ടിയുടെ തടവറയിൽ നിന്നും മോചിതനായി ഈ വ്യക്തി നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ ഫലമായി നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് കാർഡ്സിലേക്ക് പോകാം. അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. അപ്പൊ തേർഡ് പാർട്ടിയുടെ തടവറയിൽ നിന്നും ഈ പേഴ്സൺ മോചിതനായിട്ടുണ്ടോ, അത്തരം പ്രോഗ്രസീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് എനർജിയിലേക്ക് നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്ന എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ദ ക്യൂൻ ഓഫ് ഫോഴ്സസ് ആണ്. നമുക്കിവിടെ സൂര്യൻ, വെളിച്ചം തരുന്ന സൂര്യനെയും രാത്രിയുടെ ഒരു ദേവനായിട്ടുള്ള ചന്ദ്രഭഗവാനെയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ ഒരു ബാലൻസിങ് എനർജീനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ചൂടുണ്ടെങ്കിൽ തണുപ്പുണ്ട്, തീയുണ്ടെങ്കിൽ വെള്ളവുമുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ഒരു എനർജികളെ, പഞ്ചഭൂതങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിനെ നല്ല രീതിയിൽ തന്നെ ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയെയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട് നിൽക്കുന്നത് സ്ത്രീകളുടെ എനർജി തന്നെയാണ്. അപ്പൊ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ലേഡീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പവർ വന്നു കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത്. അതല്ല ഇത് കാണുന്നത് പുരുഷന്മാരാണ്, നിങ്ങൾ സ്നേഹിക്കുന്നത് ലേഡീസിനെ ആണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് നല്ല രീതിയിലുള്ള മാനിഫെസ്റ്റേഷൻ പവർ ഉയർന്നിരിക്കുന്നു. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അവരിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തലത്തിലാണ് ഇപ്പോൾ അവരുടെ എനർജി എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് കാർഡിൽ തന്നെ കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ നിരന്തരമായിട്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വപ്നങ്ങളിൽ പോലും നിങ്ങളോടുള്ള ക്രേവിങ്സ് ആണ് ഈ വ്യക്തിക്ക് വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടാകാം എന്തുകൊണ്ടാണ് ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിൽ നിന്നും ഈ പേഴ്സണ് യാതൊരു തരത്തിലും മോചനം നേടാൻ സാധിക്കുന്നില്ല, ദൂരേക്ക് പോകാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ വ്യക്തി മനഃപൂർവ്വം ദൂരെയാണ് താമസിക്കുന്നതെങ്കിൽ പോലും ചിന്തകളിൽ നിന്നും മോചിക്കപ്പെടാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ആ ഒരു ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം, സന്തോഷത്തോടെയുള്ള മുഖം, നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള സുവർണമായിട്ടുള്ള നിമിഷങ്ങൾ, ഇതൊക്കെയാണ് ഈ പേഴ്സണെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റേഷൻ പവർ ഇവിടെ ലേഡീസിനാണ് ഏറ്റവും കൂടുതൽ വന്നതായിട്ട് കാണിക്കുന്നത്. അവർ നല്ല രീതിയിൽ തന്നെ ഇതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം. ഓക്കെ, അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടിയെ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടും ഈ പേഴ്സൺ അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നും മോചിക്കപ്പെട്ടിട്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെ നല്ല രീതിയിലുള്ള ഒരു മൂവ്മെന്റ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എനർജി നമുക്കിവിടെ അനുകൂലമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് എനർജിയിലേക്ക് നോക്കാം. ദ സംഘ കമ്മ്യൂണിറ്റി 8 ഓഫ് റോസസ് ആണ്. അതായത് ഈ പേഴ്സണ് ഏറ്റവും കൂടുതൽ നിങ്ങളിലേക്ക് വരാനായിട്ട് ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വളരെയധികം ക്രൗഡഡ് ആയിട്ടുള്ള എനർജിയാണ് ഈ പേഴ്സൺ എപ്പോഴും ഉള്ളത്. ക്രൗഡഡ് ആയിട്ടുള്ള എനർജി എന്ന് പറയുമ്പോൾ ഇസ് ബിക്കോസ് ഓഫ് അബൌട്ട് ദിസ് പേഴ്സൺ പ്രൊഫഷൻ വൈസ് ആയിരിക്കാം. ജോലി സംബന്ധമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ പോലും ഒരുപാട് പേരായിട്ട് എന്താ പറയുക, കണക്ട് ചെയ്ത് പ്രവർത്തിക്കേണ്ട ഒരു ഇതായിരിക്കാം. അങ്ങനത്തെ ഒരു ജോലിയായിരിക്കാം. ഗ്രൂപ്പ് വർക്ക് ആയിരിക്കാം, ടീം വർക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ HR ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ കുറച്ച് ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യക്തികളുള്ള, അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾക്കിടയിലൂടെ ജീവിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള ഒരു ഈ പേഴ്സന്റെ എനർജി ഡ്രെയിൻ ആയി പോകുന്നതായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് മറ്റുള്ളവരായിട്ടുള്ള കണക്ഷനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അവരുടെ കാര്യങ്ങളിൽ പലപ്പോഴും ബിസി ആയി പോകുന്നതായിട്ടും, ഈ പേഴ്സൺ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അഡിക്ഷൻസിലേക്ക് പോകുന്നതായിട്ടും, ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആണെങ്കിൽ, സൗഹൃദമൊക്കെ ആണെങ്കിൽ അതിലേക്കൊക്കെ വളരെയധികം അഡിക്റ്റഡ് ആയി പോകുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു വശം ഈ പേഴ്സന്റെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ്, അങ്ങനത്തെ ആൾക്കാർ നിൽക്കുന്നു. മറുവശം നിങ്ങളും, നിങ്ങളുടെ പ്രണയം, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ. അപ്പൊ ഇതിന്റെ ഒരു പിടിവലിയിലാണ് ഈ പേഴ്സൺ നടുക്ക് നിൽക്കുന്നത്. ആൻഡ് ഓൾസോ സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റം ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ബ്രൈറ്റ് ഹേർട്ട് ലൈറ്റ് ആണ്, ഓപ്പൺ കണക്ഷൻസ് ആണ്. അതായത് ഈ പേഴ്സൺ മനസ്സുകൊണ്ട് ഒരുപക്ഷെ നിങ്ങളെ ഇത്രയും കാലം അത്രത്തോളം അങ്ങോട്ട് സ്വീകരിച്ചിട്ടില്ലായിരിക്കാം.
ഓക്കെ, മനസ്സുകൊണ്ട് ഒരുപക്ഷെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തി തയ്യാറായിട്ടില്ലായിരിക്കാം. മനസ്സുകൊണ്ട് എന്തുകൊണ്ടോ നിങ്ങൾക്ക് അത്രയും അങ്ങോട്ട് ഇമ്പോർട്ടൻസ് തന്നിട്ടില്ലായിരിക്കാം. കാരണം ഈ വ്യക്തി പോലും പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങൾക്ക് എപ്പോഴും 2ാം സ്ഥാനമേ ഉള്ളൂ, അല്ലെങ്കിൽ നിനക്ക് എപ്പോഴും 3ാം സ്ഥാനമേ ഉള്ളൂ, ആദ്യം എൻ്റെ പാരൻസ് ആണ്, അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് ആണ്, ഇല്ലെങ്കിൽ ആദ്യം എൻ്റെ പാരൻസ് ആണ്, രണ്ടാമത് എൻ്റെ ജോലിയാണ്, വരുമാനമാണ്, അതിനുശേഷം മാത്രമേ നീ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഡിമാൻഡ് ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ അത്തരം സിറ്റുവേഷനിൽ നിന്നൊക്കെ ഈ പേഴ്സൺ പുറത്തേക്ക് വരികയും ഇപ്പോൾ നിങ്ങളുമായിട്ട് ഒരു ഓപ്പൺ കണക്ഷൻ, അതായത് ഒരു ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു കണക്ഷൻ, ഹൃദയവും ആ ഒരു രീതിയിലുള്ള ഒരു കണക്ഷനാണ് നമുക്കിവിടെ ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതായത് മാനസികപരമായിട്ട് ഈ വ്യക്തിക്ക് ഇപ്പോൾ ആരായിട്ടാണോ കണക്ട് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങളായിട്ട് മാത്രമാണ്. അപ്പൊ ആ ഒരു ലെവലിലേക്കും കൂടെ ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു സ്പിരിച്വൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ ഫലം കൂടിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ പവറാണ്, മാനിഫെസ്റ്റേഷൻ വർക്കായി തുടങ്ങിയതിന്റെ ഒരു ലക്ഷണവും കൂടിയാണ്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് പ്രൊഫഷണൽ അസിസ്റ്റൻസ് ആണ്. അതായത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം പ്രാക്ടിക്കൽ ആയിട്ടുള്ള, മെറ്റീരിയൽ മൈൻഡഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വളരെയധികം ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയിലൊക്കെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. ഒരു ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, മറ്റുള്ളവർക്ക് മാതൃക ആയിട്ട് നിൽക്കുന്ന, മറ്റുള്ളവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാല് ഇവിടെ മറ്റു പലവരും ഈ പേഴ്സണെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അതായത് ഈ പേഴ്സന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഈ പേഴ്സന്റെ അസിസ്റ്റൻസ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ബാല്യകാല സുഹൃത്തുക്കളായിക്കോട്ടെ, എന്താണ് ഈ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടും, അതായത് നിങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം വേറെ ആൾക്കാരും ഈ പേഴ്സണെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു എനർജിയും കൂടെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഈ പേഴ്സൺ എപ്പോഴും ക്രൗഡഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളും ഈ പേഴ്സണും മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഇറ്റ് വാസ് നോട്ട്. അവിടെ ഒരുപാട് വ്യക്തികളുടെ സാന്നിധ്യം കൂടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ കോട്ട് ഇൻ ദ റൂയിൻസ് എന്നാണ്. അതായത് പലപ്പോഴും ഈ പേഴ്സൺ ബന്ധിക്കപ്പെട്ടു പോകുന്ന അവസ്ഥ കാണിക്കുന്നുണ്ട്. കാരണം നമുക്കിവിടെ കാണാൻ കഴിയുന്നു 2 പേരും കൂടെ ഒരു ബന്ധിതരായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ഈ പേഴ്സണെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അതിലും ഏറ്റവും കൂടുതൽ തേർഡ് പാർട്ടിയുടെ വലയത്തിൽ നിന്നും പുറത്തേക്ക് കടന്ന് വരുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാതെ ഈ പേഴ്സൺ ഒരു മുറിയിൽ പൂട്ടിയിട്ടു എന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഇവിടെ ആ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു എനർജി കംപ്ലീറ്റ്ലി ഡിമിനിഷ് ചെയ്യാനും അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാനും നിങ്ങളുടെ പേഴ്സന്റേതായിട്ടുള്ള എനർജിയിലേക്ക്, കാരണം ഇവിടെ പലതരത്തിലുള്ള തന്ത്രങ്ങൾ തേർഡ് പാർട്ടി ഒരുപക്ഷെ ഉപയോഗിച്ചിട്ടുണ്ടാകാം. അതൊരു ബ്ലാക്ക് മാജിക് എന്നുള്ള രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഈ മനസ്സുകൊണ്ട് മന്ത്രങ്ങൾ ചെയ്തിട്ടുള്ളതായിരിക്കാം, വശ്യമായിരിക്കാം, അങ്ങനെ ഏത് കാറ്റഗറി വേണമെങ്കിലും ആകാം. ചില ആൾക്കാർ മനസ്സുകൊണ്ട് ജസ്റ്റ് വിചാരിച്ചാൽ പോലും മതിയാകും, അതും എന്താണ് യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് എല്ലാവർക്കും ആ പവർ ഇല്ല, പക്ഷെ ചില തേർഡ് പാർട്ടീസിന് അങ്ങനെയും പവർ ഉണ്ടാകാം. പക്ഷെ ആ ഒരു തടവറയിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ നിന്ന് പോലും ഈ പേഴ്സണ് പുറത്തേക്ക് കടക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതൊരു പക്ഷെ തേർഡ് പാർട്ടിയുടെ തനി സ്വരൂപമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മനസ്സിലിരിപ്പ് ഈ വ്യക്തി മനസ്സിലാക്കി എടുത്തതായിരിക്കാം. എന്തുകൊണ്ടോ അങ്ങനത്തെ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും കൂടി വന്നിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ദ ലവിങ് വുമൺ. കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ അടിയുറച്ച് ഈ വ്യക്തി വിശ്വസിക്കുന്നതും, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വീണ്ടും വീണ്ടും വരണം എന്ന് ഈ പേഴ്സണ് ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ സ്നേഹം തന്നെയാണ്, അത് നിങ്ങളുടെ കെയറിങ് ആണ്, നിങ്ങൾക്ക് വേണം. അതായത് നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു മനഃശുദ്ധി ഈ വ്യക്തിയെ അത്രയും അധികം ഇൻസ്പയർഡ് ആക്കിയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹം ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ പേഴ്സൺ ചിലപ്പോൾ ക്രൂരമായിട്ടുണ്ടാകാം, ദേഷ്യപ്പെടാം, വാശി കാണിക്കാം, വൈരാഗ്യം കാണിക്കാം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും വീണ്ടും നിങ്ങളിലേക്ക് ഈ പേഴ്സൺ എത്തി നോക്കുന്നത് നിങ്ങളുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷൻ തന്നെയാണ്. ആൻഡ് ഓൾസോ ദ ഓവറോൾ എനർജി ഫസ്റ്റ് ക്വാർട്ടർ ചന്ദ്രന്റെ ആദ്യ പാദത്തെയാണ് സൂചിപ്പിക്കുന്നത്. വാട്ടർ സോഡിയക് സൈൻ ക്യാൻസർ ആണ് കിട്ടിയിട്ടുള്ളത്. പുഷ് ത്രൂ എനി ഇൻസെക്യൂരിറ്റീസ് ആണ്. അപ്പൊ പലപ്പോഴും ഈ പേഴ്സൺ അമിതമായിട്ട് കരയുന്നുണ്ട്,
പെട്ടെന്ന് തന്നെ ഈ പേഴ്സണ് വിഷമം വരുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. അത് നിങ്ങളുടെ അടുത്ത് ആദ്യമൊക്കെ ദേഷ്യമൊക്കെ കാണിക്കുമെങ്കിൽ പോലും പിന്നീട് ഈ പേഴ്സൺ മാറി നിന്ന് കരയുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് വാട്ടർ സൈൻ, സോഡിയാക് സൈൻ വാട്ടർ കിട്ടുമ്പോൾ തന്നെ ഉറപ്പായിട്ടും അത് വളരെയധികം അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഇമോഷൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് പിടിച്ചു നിർത്താൻ പറ്റാത്ത വിഷമത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ പലപ്പോഴും ഈ വ്യക്തിക്ക് പശ്ചാത്താപം സംഭവിച്ചിട്ട് നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് വളരെയധികം വിഷമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകോ, വേറെ കണക്ഷനിലേക്ക് പോകോ, അല്ലെങ്കിൽ ഇത്രയും കാലം ഈ പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്തതുപോലെ നിങ്ങൾ ഈ പേഴ്സണെ അവോയ്ഡ് ചെയ്യുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഈ പേഴ്സൺ ഇൻസെക്യൂരിറ്റീസ് എന്തൊക്കെയാണോ, ഈ പേഴ്സന്റെ മനസ്സിൽ അസ്വസ്ഥതയായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം പുറന്തള്ളാനാണ് ഈ പേഴ്സൺ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കരച്ചിലൂടെ ആണെങ്കിൽ അങ്ങനെ കരഞ്ഞുകൊണ്ടാണ് മനസ്സിന് ആശ്വാസം കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ഇൻസെക്യൂരിറ്റീസ് കളയാൻ തോന്നിക്കുന്നതെങ്കിൽ അങ്ങനെ ഈ പേഴ്സൺ ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ, അത് ചിലപ്പോൾ ദൈവത്തിനോട് മാപ്പ് പറഞ്ഞ് ഈ പേഴ്സന്റെ തെറ്റ് ഏറ്റു പറയുന്നതായിരിക്കാം കരഞ്ഞുകൊണ്ട്. ആൻഡ് ഓൾസോ ദ ടോറസ് എനർജി കിട്ടിയിട്ടുണ്ട്. നമ്പർ 6 ആൽഫബറ്റ് ലെറ്റർ J, N കിട്ടിയിട്ടുണ്ട്, SO, ചതയം നാള്, ഹൗസ് വൈഫ്, തേർഡ് പാർട്ടി, യെസ്, 1221, ഒരു മിറർ നമ്പർ ആൻഡ് ഓൾസോ ദ ഓവർ എക്സ്പെക്ടേഷൻ. ഓക്കെ, ചിലപ്പോൾ ഈ പേഴ്സണ് നിങ്ങളെക്കുറിച്ച് ഒരുപാട് എക്സ്പെക്ടേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം, അത് വിചാരിച്ച രീതിയിൽ പോയിട്ടില്ലായിരിക്കാം. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.